ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പ്രവൃത്തി, പവർ, ഊർജം ആ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം രാസോർജമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. നമുക്കറിയാം എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? രാസോർജമുണ്ട്. പിന്നെ ഒരു പോയിന്റാണ്, പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ പ്രകാശോർജത്തെ എന്താക്കി മാറ്റുന്നുണ്ട്? രാസോർജമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എല്ലാ പദാർത്ഥങ്ങളിലും എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? രാസോർജമുണ്ട് എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഡൈനാമോ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജമാറ്റം ഏതാണ്? ശ്രദ്ധിച്ചുത്തരം തന്നാൽ മതി. ഡൈനാമോ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജമാറ്റം ഓപ്ഷൻ ഡി ആണ്. യാന്ത്രികോർജം എന്തായിട്ട് മാറുന്നു? വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഡൈനാമോ പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ജനറേറ്റർ ചോദിച്ചാലും എന്ത് തന്നെയാണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ടാണ് മാറുന്നത്. ഇനി ഒരു വ്യത്യാസമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈദ്യുത മോട്ടോർ നേരെ തല തിരിച്ചാണ് വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ടാണ് മാറുക. മോട്ടർ, നമ്മൾ സാധാരണ മോട്ടർ സ്വിച്ച് ഇട്ടിട്ടല്ലേ മോട്ടർ ഓൺ ആക്കാറ് അല്ലേ? അപ്പോൾ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. വൈദ്യുതോർജത്തെ എന്താക്കി മാറ്റുന്നു? യാന്ത്രികോർജമാക്കി മാറ്റുന്നത് വൈദ്യുത മോട്ടോർ. ഡൈനാമോ ചോദിച്ചാലും വൈദ്യുത ജനറേറ്റർ ചോദിച്ചാലും എന്താ സംഭവിക്കുന്നത്? യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ടാണ് മാറുന്നത്. ഇനി മാറിപ്പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ഏതൊക്കെ? മൈക്രോഫോണും ലൗഡ് സ്പീക്കറും. ഏതൊക്കെയാ? മൈക്രോഫോണ്, ലൗഡ് സ്പീക്കർ. മൈക്രോഫോണിൽ എന്താ സംഭവിക്കുന്നത്? മൈക്രോഫോണിൽ ശബ്ദോർജം എന്തായിട്ട് മാറുന്നു? വൈദ്യുതോർജമായിട്ട് മാറുന്നു. സൗണ്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇനി ലൗഡ് സ്പീക്കറിലോ? ലൗഡ് സ്പീക്കറിൽ നേരെ തല തിരിച്ച് വൈദ്യുതോർജം ശബ്ദോർജമായിട്ട് മാറുന്നു. അതിലേതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇപ്പോൾ ലൗഡ് സ്പീക്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുറത്തേക്ക് വലിയ ശബ്ദം ഇങ്ങനെ വരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? വലിയ ശബ്ദമാണ്. അപ്പോൾ എന്താലോചിക്കുക? ശബ്ദോർജമാണ് കിട്ടുക. അപ്പോൾ വൈദ്യുതോർജത്തെ എന്താക്കി മാറ്റുന്നു? ശബ്ദോർജമാക്കി മാറ്റുന്നു. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മൈക്രോഫോണിൽ സംഭവിക്കുക. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ പറയാം. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട എല്ലാവർക്കും മാറിപ്പോകുന്ന രണ്ട് കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന്റെ ഊർജം ഏതാണ്? നാലാമത്തെ ചോദ്യം എത്തി തോന്നുന്നു അല്ലേ? ഓക്കെ, ഡാമിൽ അല്ല, നാലാമത്തെ അല്ല, എത്രാമത്തെ? കൺഫ്യൂഷനായി. നാലാമത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. 1, 2 മൂന്നാമത്തെ ചോദ്യം തന്നെയാ കേട്ടോ. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന്റെ ഊർജം. ഡാമിൽ കെട്ടി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? സ്ഥിതികോർജമാണ്. സ്ഥിതികോർജം. അപ്പം ഗതികോർജം, സ്ഥിതികോർജം അറിയാലോ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തെ നമുക്ക് എന്ത് പറയാം? ചലനം കൊണ്ടാണെങ്കിൽ ഗതികോർജം എന്നും, അപ്പൊ സ്ഥിതികോർജം ആണെങ്കിലോ ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തെ നമുക്ക് സ്ഥിതികോർജം എന്നും പറയാം. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്, അന്നപ്പോൾ പറയാം കേട്ടോ. എന്ത് തന്നെ ആയാലും യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ജൂളാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഊർജ സംരക്ഷണ നിയമം ആരാണ്? ഓപ്ഷൻ ബി ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. നമുക്ക് E=mc² അതൊക്കെ അറിയാമായിരിക്കല്ലോ. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അവിടെ പറയുന്ന ഒരു ഇക്വേഷൻ ആണെന്ത്? E=mc² എന്ന് പറയുന്നത്. എന്തായിരുന്നു ഊർജ സംരക്ഷണ നിയമം? ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. പിന്നെയോ ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയുള്ളൂ എന്നാണ് ഊർജ സംരക്ഷണ നിയമം പറയുന്നത്. ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഏതൊക്കെ ഊർജ രൂപങ്ങൾ നമുക്കറിയാം? താപോർജമുണ്ട്, യാന്ത്രികോർജമുണ്ട്, വൈദ്യുതോർജം, രാസോർജം, ആണവോർജം, പ്രകാശോർജം തുടങ്ങിയ ഒരുപാട് ഊർജ രൂപങ്ങൾ നമുക്കറിയാം. ഓക്കെ, എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടം ഏതാണ്? ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണ്. ഓക്കെ,
പിന്നെ നമ്മൾ പഠിച്ചത് യാന്ത്രികോർജം 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഗതികോർജവും സ്ഥിതികോർജവും. സ്ഥാനം കൊണ്ടുള്ളത് സ്ഥിതികോർജം, അതിൻ്റെ ചലനം മൂലമുണ്ടാകുന്നത് ഗതികോർജം. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പഠിച്ചു വെച്ചോളാം. തോമസ് യങ് ആണ് ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഊർജത്തിന്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ജൂളാണ്. ഇനി CGS യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എർഗാണ്. ഒരു ജൂൾ ഇസ് ഈക്വൽ ടു എത്ര എർഗാണ്? ഒരു ജൂള് ഇസ് ഈക്വൽ ടു 10⁷ എർഗാണ്. ഇതേപോലെ ഇന്നലെ ഒരു സാധനം നമ്മൾ പഠിച്ചില്ലേ? ഒരു ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 10⁵ ഡൈനാണ്. ഓക്കെ, ഇതൊന്നും മാറിപ്പോവരുത്. എന്തൊക്കെയാ പറഞ്ഞത്? ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഊർജത്തിന്റെ യൂണിറ്റ് ജൂളാണ്. അതിൻ്റെ CGS യൂണിറ്റ് ആണ് എർഗ്. ഒരു ജൂൾ ഇസ് ഈക്വൽ ടു 10⁷ എർഗാണ്. ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, സൂര്യനിൽ നടക്കുന്ന ഊർജ ഉൽപാദനത്തെക്കുറിച്ച് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അതും കൂടി പഠിച്ചു വെച്ചോളാം. ഹാൻസ് ബെയ്ത്ത്. ഓക്കെ, മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം നമ്മൾ പറഞ്ഞു. ജനറേറ്ററിൽ നടക്കുക എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഡയനാമോയിൽ നടക്കുന്നത് എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. മോട്ടോറിൽ നടക്കുന്നത് എന്താണ്? വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. മാറിപ്പോവണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ആവിയന്ത്രത്തിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താ? ആവിയന്ത്രത്തിൽ താപോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുക എന്നുള്ളതാണ് ആവിയന്ത്രത്തിൽ നടക്കുന്നത്. താപോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. ഇനി ഒരു ഹോഴ്സ് പവർ, ഇന്നലെ നമ്മൾ പറഞ്ഞതാ, ഒരു ഹോഴ്സ് പവർ എത്രയാണ്? 746 വാട്ടാണ്. അപ്പം നമുക്കറിയാം വാട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട്. അല്ലെങ്കിൽ എന്ത് പറയാം? ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയാം. അതെങ്ങനെയാണ് വന്നത് ഈ ജൂൾ പെർ സെക്കൻഡ്? പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയമാണ്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. സമയത്തിൻ്റെത് സെക്കൻഡാണ്. അങ്ങനെയാണ് ജൂൾ പെർ സെക്കൻഡ് വന്നത്. അല്ലെങ്കിൽ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി തന്നെയാണ്. പിന്നെ മറ്റൊരു യൂണിറ്റ് ആണ് ഈ പറയുന്ന ഹോഴ്സ് പവർ. 1 ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു 746 വാട്ടാണ്. ഓക്കെ, എന്താണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് എന്ത് പറയാം? ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് എന്ത് പറയാം? പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. അല്ലെങ്കിൽ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ അറിഞ്ഞിരുന്ന യൂണിറ്റിലേക്കും പോവാം, ഡെഫിനിഷനിലേക്കും പോകാൻ പറ്റും. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം, വൈദ്യുതോർജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? വൈദ്യുതോർജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കിലോവാട്ട് അവർ ആണ്. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, ഒരു കിലോവാട്ട് അവർ ഇസ് ഈക്വൽ ടു എത്ര ജൂളാണ്? ഒരു കിലോവാട്ട് അവർ ഇസ് ഈക്വൽ ടു 3.6 × 10⁶ ജൂളാണ് കേട്ടോ. 3.6 × 10⁶ ജൂളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കിലോവാട്ട് എത്ര വാട്ടാണ്? ഒരു കിലോവാട്ട് 1000 വാട്ടാണ്. പഠിച്ചു വെക്കുക. ഒരു കിലോവാട്ട് ഇസ് ഈക്വൽ ടു 1000 വാട്ട്. ഒരു കിലോവാട്ട് അവർ ഇസ് ഈക്വൽ ടു 3.6 × 10⁶ ജൂള്. ഓക്കെ, പവർ ഒരു സദിശ അളവാണോ അദിശ അളവാണോ? പവർ എന്താണ്? അദിശ അളവാണ്. നമ്മളിവിടെ എവിടെയും ദിശയൊന്നും പറയുന്നില്ലല്ലോ, അതുകൊണ്ട് അദിശ അളവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് സന്ദർഭത്തിലാണ് പ്രവൃത്തി ചെയ്യാതെ വരുന്നത്? അപ്പോൾ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു ഭാഗത്തേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ അതേ ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ പ്രവൃത്തി നടന്നു എന്ന് പറയുന്നുള്ളൂ അല്ലേ? ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. സ്പ്രിങ് ബലം ഉപയോഗിച്ച് വലിച്ചു നീട്ടുക, അപ്പോൾ അവിടെ സ്ഥാനാന്തരം സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഒരു സിലിണ്ടറിലുള്ള വാതകത്തെ മർദ്ദം ഉപയോഗിച്ച് അമർത്തുക. സി, ദൃഢമായ ഒരു മതിലിൽ തള്ളുന്നത്. ഡി, മുകളിൽ പറഞ്ഞ എല്ലാ സന്ദർഭങ്ങളിലും. അതിനോട് യോജിക്കാൻ പറ്റുമോ? ഇല്ല.
ദൃഢമായ ഒരു മതിലിൽ നമ്മൾ ഇങ്ങനെ തള്ളുന്നു. ആ മതിൽ നീങ്ങുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ സ്ഥാനാന്തരം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? അവിടെ ചെയ്ത പ്രവൃത്തി 0 പറയാം. കഷ്ടം തന്നെ അല്ലേ? ഇൻ ടേംസ് ഓഫ് ഫിസിക്സ് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ബലമൊക്കെ കൊടുത്തിട്ട് അവിടെ സ്ഥാനാന്തരം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ പ്രവൃത്തി നീ ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമുക്കറിയാം പ്രവൃത്തിൻ്റെ ഇക്വേഷൻ W=F×S ആണ്. F ഫോഴ്സ്, S സ്ഥാനാന്തരം. അപ്പോൾ ഇവിടെ സ്ഥാനാന്തരം സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ W എന്തായിട്ട് മാറും? 0 മാറും. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം, ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്ന നിരക്കാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രവൃത്തി ബൈ സമയം, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി പവർ ആണ്. ഊർജ കൈമാറ്റം ചെയ്യപ്പെടുന്ന നിരക്കാണ് പവർ എന്ന് പറയുന്നത്. 7ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. ചലനം കൊണ്ടാണെങ്കിൽ ഏതാണ്? ഗതികോർജമാണ്. ഓപ്ഷൻ എ ഗതികോർജം. ഗതികോർജം കാണാനുള്ള ഇക്വേഷൻ പറയൂ. 12m v² ആണ്. m എന്താണ്? മാസാണ്. v എന്താണ്? വെലോസിറ്റി ആണ്. ഇതാണ് ഒരു കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സ്ഥിതികോർജം കാണാൻ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? U=m×g×h ആണ്. m മാസാണ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, h ഹൈറ്റ് ആണ്, ഉയരമാണ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്ഥിതികോർജം കാണുന്നത്. നമുക്കറിയാം യാന്ത്രികോർജം 2 തരത്തിലുണ്ട്. ആ 2 എണ്ണമാണ് സ്ഥിതികോർജവും ഗതികോർജവും. ഓക്കെ, അടുത്തത് 8ാമത്തെ ചോദ്യം, ഒഴുകുന്ന ജലം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഊർജത്തിന് ഉദാഹരണമാണ്? ശ്രദ്ധിക്കുക, ഒഴുകുന്ന ജലം എന്നാണ് പറയുന്നത്. അപ്പൊ അതേതാണ്? ഗതികോർജമാണ് വരിക. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അതേസമയം ഡാമിൽ നമ്മൾ കെട്ടി നിർത്തിയ ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ മാറി ഏത് വരും? സ്ഥിതികോർജം വരും. സ്ഥിതികോർജത്തിന് വേറെ കുറച്ച് ഉദാഹരണങ്ങൾ പറയൂ. നമ്മൾ വലിച്ചു വെച്ച സ്പ്രിങ്, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു നീട്ടിയ വില്ല് എന്ന് പറഞ്ഞാൽ അമ്പും വില്ലും ആ സംഭവമില്ലേ, അത് നമ്മളിങ്ങനെ വലിച്ചു നീട്ടി വെച്ച ആ വില്ലിലെ ചരടില്ലേ, അതിന് സ്ഥിതികോർജമാണുള്ളതെന്ന് പറയാം. പിന്നെ നമ്മൾ ഡാമിലെ കെട്ടി നിർത്തിയിട്ടിരിക്കുന്ന വെള്ളം, ഇതൊക്കെ എന്താണ്? ഊർജം സംഭരിക്കപ്പെടുന്ന അവസ്ഥകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് സ്ഥിതികോർജമാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ സ്ഥിതികോർജം കൂടും. ഓക്കെ, അതുകൊണ്ടാണ് അണക്കെട്ടിലെ വെള്ളം എന്ന് പറയുന്നത് അത്രയും ശക്തിയിൽ ആ വെള്ളം വരുന്നതുകൊണ്ടാണ് നമുക്ക് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുന്നത്. അത്രയും ഉയരത്തിലല്ലേ നമ്മൾ ഡാം കെട്ടുന്നത്. ഓക്കെ, അപ്പോൾ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, അണക്കെട്ടിലെ വെള്ളം എന്ത് തരം ഊർജത്തിന് ഉദാഹരണമാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഓപ്ഷൻ ബി സ്ഥിതികോർജം. അടുത്ത ക്വസ്റ്റ്യൻ, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജത്തിനുണ്ടാകുന്ന മാറ്റം. അപ്പോൾ ഗതികോർജത്തിന്റെ ഇക്വേഷൻ 12m×v² ആണ്. v നമ്മൾ എന്താക്കി മാറ്റുന്നു? ഇരട്ടിയാക്കുന്നു. അപ്പോൾ 2v² എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 2ന്റെ സ്ക്വയർ 4 ആണ്. ഇൻറ്റു ബാക്കിയെല്ലാം അതേപോലെ തന്നെ വരൂലേ, 12m×v². ഇത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്. ഓൾറെഡി ഇവിടെ ഒരു 4 ആണ് അധികം വന്നിട്ടുള്ളത്. അതുകൊണ്ട് 4 മടങ്ങ് വർദ്ധിക്കും എന്ന് പറയാം. 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ, 4 മടങ്ങ് വർദ്ധിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാലോ? എളുപ്പമാണ്, പേടിക്കൊന്നും വേണ്ട. പ്രോബ്ലം എന്ന് കാണുമ്പോൾ ആരും ഇട്ടച്ച് പോകുന്നും വേണ്ട. നമ്മൾ ഇക്വേഷൻസ് പഠിച്ചു. ഏതൊക്കെ ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്? W=F×S പഠിച്ചല്ലോ. ഓക്കെ, ഇനി കൈനറ്റിക് എനർജീൻ്റെ എന്ത് പഠിച്ചു? 12m×v² പഠിച്ചേ. ഇനി പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ m×g×h പഠിച്ചു. പിന്നെന്താ പഠിച്ചത്? പവർ ആണെങ്കിൽ P = പ്രവൃത്തി ബൈ സമയം പഠിച്ചില്ലേ? ഓക്കെ, പ്രവൃത്തി ബൈ സമയം പഠിച്ചു. ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു വസ്തുവിൽ 50 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ 2 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി എത്ര?
അപ്പോൾ പ്രവൃത്തി കാണാൻ വേണ്ടിയിട്ട് W=F×S ആണ് എന്ന് നമുക്കറിയാം. ആദ്യം തന്നതൊക്കെ ഇവിടെ എഴുതി നോക്കാം. F എത്ര തന്നിട്ടുണ്ട്? 50 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. S എത്ര തന്നിട്ടുണ്ട്? 2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ എല്ലാവരും ഉണ്ട്, അത് ഇവിടെ ഒന്ന് കൊടുത്താൽ മതി. 50 × 2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 100 ന്യൂട്ടൺ മീറ്റർ എന്നാണ് ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. ശരിയാണോ? ശരിയാണ് കേട്ടോ. ഓപ്ഷൻസ് ഒന്നുമില്ല ഇവിടെ, ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഓപ്ഷൻസ് ഇല്ല കേട്ടോ. 100 ന്യൂട്ടൺ മീറ്റർ ശരിയാണേ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 250 ഗ്രാം മാസുള്ള ഒരു പുസ്തകം തറയിൽ നിന്ന് ഉയർത്തി 1 മീറ്റർ ഉയരമുള്ള മേശപ്പുറത്തേക്ക് വെക്കുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ പ്രയോഗിക്കുന്ന ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. നമുക്ക് തന്ന സാധനങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കാം ആദ്യം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് തന്നത്? M=250 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? കിലോഗ്രാമിലേക്ക് മാറ്റണം. അതെങ്ങനെയാണ് നമ്മൾ മാറ്റുക? 250 / 1000 ചെയ്യുന്നു. 0 പോയി 25/100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 0.25 എന്താണ് കിലോഗ്രാം എന്ന് കിട്ടും. 0.25 കിലോഗ്രാമാണ് മാസ് കിട്ടിയത്. പിന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? പിന്നെ നമ്മുടെ കയ്യിൽ 1 മീറ്റർ ഉയരമുള്ള മേശപ്പുറത്തേക്ക് ഇന്ന് തന്നിട്ടുണ്ട്. അപ്പം H കയ്യിലുണ്ട്. H=1 മീറ്റർ ആണ്. നമുക്ക് G ഇവിടെ തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ. G=10 മീറ്റർ/സെക്കൻഡ്². ഇനി G തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ 10 എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ 9.8 ഒക്കെ ഇട്ടാൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് 10 തരുന്നത്. 10 മീറ്റർ/സെക്കൻഡ്². അപ്പം M ഉണ്ട്, G ഉണ്ട്, H ഉണ്ട്. അത് വെച്ച് എനിക്ക് എന്ത് കാണാം? പ്രവൃത്തി കാണാം. W=M×G×H. നിങ്ങൾ വിചാരിക്കേണ്ട U= അല്ലേ MGH പഠിച്ചതെന്ന്. എല്ലാം ഊർജ്ജ രൂപങ്ങൾ തന്നെയല്ലേ. അപ്പം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി, MGH. അപ്പോൾ എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 0.25 × 10 എത്രയാണ്? 1. H1 അല്ലേ? ഇതെത്ര കിട്ടും? 2.5 ജൂൾ എന്ന് കിട്ടും. മനസ്സിലായോ? നമുക്ക് തന്നതൊക്കെ ഒന്ന് എഴുതി നോക്കാം ആദ്യം. അപ്പം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ചെയ്യേണ്ടത്. ഇനി ഇക്വേഷൻ ആദ്യം തന്നെ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ തന്നതൊന്ന് എഴുതി നോക്കിയാൽ എനിക്ക് മനസ്സിലായി. എൻ്റെ കയ്യിൽ M ഉണ്ട്, G ഉണ്ട്, H ഉണ്ട്. അപ്പോൾ എനിക്ക് അറിയുന്ന ഒരു ഇക്വേഷനാണ് MGH. അതിലേക്ക് എല്ലാ വാല്യൂസും കൊടുത്തു. ഏതെങ്കിലും കൺവേർട്ട് ചെയ്യാനുള്ളത് കൺവേർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ മീറ്റർ, കിലോമീറ്റർ തന്നതിനെ മീറ്റർ ആക്കുക, അല്ലെങ്കിൽ മിനിറ്റിൽ തന്നതിനെ സെക്കൻഡിലാക്കുക, അതേപോലെ ഗ്രാമിലുള്ളതിനെ കിലോഗ്രാം ആക്കുക. അതൊക്കെ ഒരുപാടെണ്ണം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അടുത്ത ചോദ്യം. 500 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചുകൊണ്ട് ഒരു മതിലിൽ തള്ളുന്ന ഒരാൾ ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഫോഴ്സ് =500 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. സ്ഥാനാന്തരം എന്താ നിങ്ങൾ പറഞ്ഞേ? ഒരു മതിലിലാണ് തള്ളുന്നത്. ആ മതിൽ നീങ്ങോ? ഇനി അയാൾ 500 അല്ല 1000 ന്യൂട്ടൺ കൊടുത്താലും എന്തെങ്കിലും കാര്യമുണ്ടോ? സ്ഥാനാന്തരം എന്താ? 0. അപ്പോൾ W= നമ്മൾ ഇത് ചെയ്താൽ എന്താ കിട്ടുക? ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കറിയാം 0 പ്രവൃത്തിയാണ് അവിടെ നടന്നതെന്നുള്ളത്. 0 എന്ന് കിട്ടും. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. 5 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 100 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ചെയ്യപ്പെടുന്ന പ്രവൃത്തി എത്രയായിരിക്കും? അപ്പോൾ ഇതേപോലെ തന്നതൊക്കെ എഴുതി നോക്കൂ. M=5 കിലോഗ്രാം എന്ന് തന്നു. ഹൈറ്റ് തന്നിട്ടുണ്ട് 100 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി G തന്നിട്ടില്ല, നമുക്ക് എത്ര എടുക്കാം? 10 മീറ്റർ/സെക്കൻഡ്² എന്ന് എടുക്കാം. അപ്പോൾ M ഉണ്ട്, G ഉണ്ട്, H ഉണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. W=M×G×H. ഓരോന്ന് കൊടുത്തു നോക്കാം. 5 × G 10 ആണ്, H എത്രയാണ്? 100 ആണ്. ആൻസർ എത്ര വന്നു? 5000 ജൂൾ എന്ന് വന്നു. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ ആൻസർ 5000 ജൂൾ. MGH ആണ് ചെയ്തത്. W=MGH. ഓക്കെ, അടുത്ത ചോദ്യം. 100 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ പ്രവേഗം 5 മീറ്റർ/സെക്കൻഡിൽ നിന്ന് 10 മീറ്റർ/സെക്കൻഡ് ആക്കി മാറ്റാൻ ചെയ്യേണ്ട പ്രവൃത്തി കണക്കാക്കുക. അപ്പം നമുക്കിവിടെ ഏതാണ്?
കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. ശ്രദ്ധിക്കുക, തന്നതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതേണ്ടതായിരുന്നു, അറിയാണ്ട് എടുത്തു പോയതാ. എം എത്ര തന്നിട്ടുണ്ട്? 100 കിലോഗ്രാം. ഇനിയോ 5 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ആദ്യ പ്രവേഗമാണ് 5 മീറ്റർ പെർ സെക്കൻഡ് V1 എന്ന് എടുത്തത്. V2 നമുക്ക് എന്തിലേക്കാണോ മാറ്റേണ്ടത്? അന്ത്യപ്രവേഗം 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എം ഉണ്ട്, V1 ഉണ്ട്, V2 ഉണ്ട്. ഇനി നമുക്ക് W എങ്ങനെയാണ് കാണുക? ഗതികോർജത്തിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ W = ½ × m × V2 സ്ക്വയർ മൈനസ് ½ × m × V1 സ്ക്വയർ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ½ × m × V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഇങ്ങനെ എഴുതിയാൽ തെറ്റില്ലല്ലോ. ഈ ഇക്വേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിലേക്ക് എല്ലാവരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചെയ്ത് നോക്കാം. ½ × m എത്രയാണ് തന്നത്? 100 കിലോഗ്രാം ആണ്. ഇൻറ്റു V2 എത്രയാണ് തന്നത്? 10 സ്ക്വയർ മൈനസ് V1 5ൻ്റെ സ്ക്വയർ. ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകരുത്. ഇത് ചെയ്ത് നോക്കിയാൽ ½ × 100 × 10ൻ്റെ സ്ക്വയർ 100, 100 മൈനസ് 5ൻ്റെ സ്ക്വയർ 25. ഇനി അടുത്ത സ്റ്റെപ്പിലാണ് എഴുതേണ്ടത്. ഇവിടെ കൊള്ളുന്നില്ല. എന്ത് വരും? ഈ 100/2 50 എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ. 50 × 100 25 പോയാൽ 75 ആണ്. ഇത് ചെയ്ത എത്ര വരും? 3750 ജൂള് എന്നാണ് വരുന്നത്. ഇവിടെ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നും കൂടി പറയാം. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. ½ × m × V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ × m എത്രയാണ് തന്നിട്ടുള്ളത്? 100 ആണ് തന്നിട്ടുള്ളത്. ഇൻറ്റു V2 സ്ക്വയർ. V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സ്ക്വയർ പിന്നെ 5ൻ്റെ സ്ക്വയർ. ഈ ഇക്വേഷൻ എഴുതിയത് മനസ്സിലായല്ലോ. ഓക്കെ. ഇനി ½ × 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 50 എന്ന് എഴുതാം. ഓക്കെ. 50 × 10ൻ്റെ സ്ക്വയർ 100, 5ൻ്റെ സ്ക്വയർ 25. ഈ സ്റ്റെപ്പൊക്കെ ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം കേട്ടോ. 50 × എത്ര ചെയ്യണം? 75 ചെയ്യണം. എത്ര കിട്ടും? 3750. എന്താണ്? ജൂളാണ്. ഓക്കെ. ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. 60 കിലോഗ്രാം മാസുള്ള ഒരാൾ 60 കിലോഗ്രാം മാസുള്ള ഒരാൾ 100 കിലോഗ്രാം മാസുള്ള ഒരു സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂട്ടറിന് 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗമുണ്ടെങ്കിൽ ആകെ ഗതികോർജം എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗതികോർജമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ തന്നത് എഴുതുമ്പോൾ മാസ് എഴുതുമ്പോൾ എന്തെഴുതണം? ആ ആളുടെ മാസും അതേപോലെ തന്നെ സ്കൂട്ടറിൻ്റെ മാസും കൂട്ടിയിട്ട് എത്ര എഴുതണം? 160 കിലോഗ്രാം എന്ന് എഴുതണം. ഓക്കെ. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ബാക്കി നമുക്ക് തന്നത് എഴുതാം. വി എത്ര തന്നിട്ടുണ്ട്? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇനി ഗതികോർജം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ½ × m × V സ്ക്വയർ ആണ്. എന്ത് ചെയ്താൽ മതി? അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ½ × m എത്രയാണ്? 160 ആണ്. ഇൻറ്റു V സ്ക്വയർ 20 × 20 എന്ന് എഴുതിയാൽ നമുക്ക് വെട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. എത്ര വരും? ഒന്ന് ചെയ്ത് നോക്കൂ. 32 3 0 ഉണ്ട്. 32,000 ജൂള് എന്നാണ് ആൻസർ വരിക. മനസ്സിലായോ? ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ടത് എം എഴുതുമ്പം ഈ ആളുടെ മാസും അതേപോലെ തന്നെ സ്കൂട്ടറിൻ്റെ മാസും കൂടി കൂട്ടണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതൊക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ വന്നാൽ. ഓക്കെ. ഇനി അടുത്തത് പവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 80 കിലോഗ്രാം മാസുള്ള ഒരാൾ 50 മീറ്റർ ഉയരം 6 മിനിറ്റ് കൊണ്ട് കയറുന്നു എങ്കിൽ അയാളുടെ പവർ എത്രയായിരിക്കും? അപ്പം നമുക്കറിയാം പവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയമാണ് നമുക്ക് വേണ്ടത്. അതിനിവിടെ പ്രവൃത്തി ഉണ്ടോ? പ്രവൃത്തി കാണാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ തന്നതൊക്കെ ഒന്ന് എടുത്ത് എഴുതി നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? m =
80 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഉയരം h = 50 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ സമയമാണ് തന്നിട്ടുള്ളത്, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ജി അറിയാം, 10 മീറ്റർ/സെക്കൻഡ്² ആണ്. ഇത് വെച്ച് എനിക്ക് എന്ത് കാണാം? എൻ്റെ കയ്യിൽ എം ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്. ഡബ്ല്യു അതായത് പ്രവൃത്തി കാണാലോ, എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 80 × 10 × എച്ച് 50 ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 40,000 ജൂൾ എന്ന് കിട്ടും. എന്താ എനിക്ക് കിട്ടിയത്? പ്രവൃത്തിയാണ് കിട്ടിയത്. ഇനി പ്രവൃത്തിയും ഉണ്ട് ടൈമും ഉണ്ടെങ്കിൽ എനിക്ക് പവർ കാണാലോ. ടൈമിൻ്റെ ഇക്വേഷൻ അല്ല, ടൈം എത്രയാണ് തന്നത്? 6 മിനിറ്റ് എന്നാണ് തന്നത്. ഇതിനെ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ 6 × 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 360 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ W/T ചെയ്താൽ എനിക്ക് എന്ത് കിട്ടി? പവർ കിട്ടി. അപ്പോൾ അത് ഒന്ന് ചെയ്ത് നോക്കാം. 40,000 / 360, 0 ക്യാൻസലായിപ്പോയി. എത്ര വരും? ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 111.11 യൂണിറ്റ് എന്താണ്? പവറാണ്, വാട്ട്. മനസ്സിലായോ? ആദ്യം നിങ്ങൾ തന്നതൊക്കെ എടുത്ത് എഴുതി നോക്കി, അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായി പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ mgh ആണ്. പ്രവൃത്തി കണ്ടു. പ്രവൃത്തി ബൈ സമയമാണ് പവർ. സമയം മിനിറ്റിൽ തന്നതുകൊണ്ട് അതിനെ സെക്കൻഡിലേക്ക് മാറ്റി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗത്തുനിന്ന് ഇത്ര ചോദ്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. മാക്സിമം പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം വന്നാൽ ഇക്വേഷൻസ് അറിയാമല്ലോ ഉള്ളത്. ഓക്കെ, അത് വെച്ചിട്ടൊന്ന് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. LPSA എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കുറച്ച് റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ചാനലിൽ നോക്കിയാൽ ഓരോ സബ്ജക്റ്റിനും ഓരോ പ്ലേലിസ്റ്റൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.